ബന്ധപ്പെട്ടുകൊണ്ട് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ആരാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു എന്ന നമ്മുടെ മദ്ഹബിന്റെ ഇമാമിനെ പിൻപറ്റിയ സാക്ഷാൽ മുഖല്ലിദാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അപ്പോൾ ബുഖാരി ഇമാം എഴുതി വെച്ച ഹദീസിനെ പ്രാമാണികമാണെന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നവർ അവരുടെ വിശ്വാസം അനുസരിച്ച് വഴിപഴച്ചയാളാണ്. കാരണം ബുഖാരി ഇമാം ഷാഫിയാണ്. അതേസമയത്ത് ഒറ്റ മുജാഹിദും നാലാലൊരു മദ്ഹബിനെ അംഗീകരിക്കുന്നവരോ അംഗീകരിക്കണമെന്ന് സമ്മതിക്കുന്നവരോ അല്ല. മാത്രമല്ല, അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്ന ഒരു പരാമർശം മാത്രം ഞാനിവിടെ വായിക്കാം. എന്താണെന്നല്ലയോ, 7 പതിറ്റാണ്ടിലധികം കാലമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരളത്തിൽ നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തോട്, ശ്രദ്ധിച്ചു കേൾക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തോട് ലക്ഷ്യത്തിലും മാർഗത്തിലും നയപരിപാടികളിലും പൂർണ്ണമായി യോജിപ്പുള്ള മറ്റേതെങ്കിലും സംഘടന ലോകത്തെവിടെയെങ്കിലും ഉള്ളതായി നാം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. അപ്പോൾ കേരളത്തിലെ ഏതോ ചില കുബുദ്ധികൾ ഉരുട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു നവീന പ്രസ്ഥാനമാണെന്ന് സലഫി പബ്ലിക്കേഷൻ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച കേരള നദുവത്തുൽ മുജാഹിദീൻ പുലർത്തിപ്പോരേണ്ട ആശയാദർശങ്ങൾ എന്ന പുസ്തകത്തിൽ അവർ തന്നെ എഴുതി വെക്കുന്നു, ഞങ്ങൾക്ക് തുല്യമായി ആദർശമോ, ഞങ്ങൾക്ക് തുല്യമായി കർമ്മമോ, ഞങ്ങൾക്ക് തുല്യമായി നയപരിപാടികളോ ഉള്ള ഒറ്റ പ്രസ്ഥാനം പോലും ലോകത്തില്ല. എന്നിട്ട് ആ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനാണോ പതിറ്റാണ്ടുകളല്ല, നൂറ്റാണ്ടുകളല്ല, 1.5 സഹസ്രാബ്ദത്തോളമായി നമ്മൾ കൈമാറി ഏറ്റെടുത്തു പോരുന്ന പരമ്പരാഗതമായ ഇസ്ലാമിനെ പണയം വെച്ചിട്ട് വേണോ ഈ ഒരു നവീന കൂണിനെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്? മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉമർ അൽ ഖാദി റളിയല്ലാഹു അൻഹുവിന് ഭാര്യയുണ്ടായിരുന്നു, പെൺമക്കളുണ്ടായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനും കുടുംബത്തിൽ സ്ത്രീകളുണ്ടായിരുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അലവിൽ മമ്പറമി തങ്ങൾക്കുണ്ടായിരുന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു.